അങ്ങനത്തെ ഒരു ഈസി ആയിട്ടുള്ളൊരു നോട്ട് പാഡ് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടി ഞാൻ കുറച്ച് A4 ആയിട്ട് എടുത്തിക്കണേ. എന്നിട്ട് A4 നമുക്കിതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫോൾഡ് ചെയ്യണേ. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത A4 നമുക്കത് ഫോൾഡ് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് ക്യൂട്ട് ആൻഡ് കവായ കണ്ടേ, പിന്നെ എസ്തറ്റിക്കും ആക്കണമല്ലോ. അപ്പം അതിന് വേണ്ടി നമുക്ക് മനസ്സിലാദ്യം വരുന്നത് എന്തെന്നെയാണ് ഗ്രിഡ് ലൈൻ. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു A4 മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗായ്സ് അങ്ങനെ ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കണ്ടേ. ഇനി ഇത് നമുക്ക് ഇത് മുഴുവനായിട്ട് ഇത് വരച്ചു കൊടുക്കണം കേട്ടോ. ഇതേമാതിരി നീളത്തിലും വരച്ചു കൊടുക്കണേ. ഞാൻ ഗ്രിഡ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറും ഇത് നമുക്ക് ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കണേ. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഒരു പർപ്പിൾ കളർ, സോറി ഗൈസ് പറഞ്ഞപ്പോൾ തെറ്റാട്ടോ, ഒരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഹൗസിൻ്റെ അല്ലെ ഇങ്ങനെ ഒരു ഇത് കട്ട് ചെയ്യില്ലേ പാർട്ടിക്കൊക്കെ, അതേമാതിരി ഇതൊന്ന് ഈ ഒരു നമ്മൾ ഈ ഒരു നോട്ട് പാഡിൻ്റെ ഈ ഒരു വലുപ്പത്തിലാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യണേക്കാരം കേട്ടോ നല്ല. അപ്പോൾ ഞാൻ അതിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ വെച്ചിങ്ങാണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു ലെവലിലാക്കിങ്ങാണ്ട് ഇതൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ട ഗൈസ്, അപ്പോൾ ഇതേമാതിരി കിട്ടും. ഇനി നമുക്കിതൊന്ന് സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് നമ്മൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ടാവില്ലേ, അത് വെച്ച് കൊടുത്താൽ നന്നായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് വരെ. ഇനി ഗൈസ് ഞാൻ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സാധനം ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റാപ്പ് ചെയ്തിട്ട് വരെ. അപ്പോൾ ഇതായിട്ട് ഗൈസ് ഞാൻ അങ്ങനെ അടിച്ചു കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് ഈ എക്സസ് ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യാം. ഇതായിട്ട് ഗൈസ് ഞാൻ ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തിരിക്കണേ. ഇനി നമുക്കിതൊന്ന് എക്സ്ട്രാ കുറച്ചും കൂടി ക്യൂട്ടാക്കി വയ്ക്കാമല്ലോ. അപ്പം ആ ഒരു ഇതിൽ നിന്ന് ഞാൻ 2 പേപ്പേഴ്സ് മാറ്റി വെച്ചിനെ. ഇനി നമുക്ക് ഈ ഒരു 2 പേപ്പറിൽ ഒരു പേപ്പറിൽ നമുക്ക് പിക്ചറും വരച്ചു കൊടുക്കാം. അതിൽ നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് റൈറ്റിങ് ചെയ്തിട്ട് നമ്മളെ ഈ ഒരു നോട്ട് പാഡുമ്മേ ഇവിടേക്ക് ഒന്ന് ക്യൂട്ടാക്കി ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ വരച്ചിട്ട് വരട്ടോ. നമുക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും വരക്കാം കേട്ടോ. അപ്പം ഞാൻ അവിടെ ഫ്ലവറും പിന്നെ നമുക്ക് ഒരു കുറോമിനി അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ വരക്കാൻ ഉദ്ദേശിക്കണേ. പിന്നെ വരച്ചിട്ട് വരെ. അപ്പോൾ ഗൈസ് ഞാൻ കുറോമി മാറ്റിങ്ങാണ്ട് ഞാൻ ഹലോ കിറ്റി ഞാൻ വരച്ചു കൊടുത്തിരിക്കണേ. അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് ഗൈസ് ഞാൻ ഔട്ട്ലൈൻ ചെയ്തിരിക്കണേ. നമുക്കിതൊന്ന് കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതൊട്ട് ഗൈസ് ഞാൻ കളർ ചെയ്തിരിക്കണേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇതിൽ ഗൈസ് ഞാൻ ഒരു ഹലോ കിറ്റിന് ഒരു ചെറിയ ഫ്ലവറിന് കട്ട് ചെയ്തിരിക്കണേ. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൽ ഞാൻ ഹലോ കിറ്റിന് എഴുതിങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസിന് ഹലോ കിറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബാക്കിലൊക്കെ ഗ്ലൂ തേച്ചിങ്ങാണ്ട് ഇത് നമ്മൾ ഈ ഒരു നോട്ട് പാഡുമ്മേ ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഇത് ഇവിടെ ആട്ടന്നെ ഹലോ കിറ്റ് ഇന്ന് ഇവിടെ ആട്ടന്നെ ഒട്ടിച്ച് കൊടുക്കണേ. പിന്നെ ഒട്ടിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഹലോ കിറ്റിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അവിടെ വരച്ചാട്ടോ ഒട്ടിച്ച് കൊടുത്തിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ നോട്ട് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.